ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദശാംശ സംഖ്യകളുടെ കൂട്ടൽ, അഡീഷൻ, കുറയ്ക്കൽ, സബ്സ്ട്രാക്ഷൻ ഇതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കാം. ഓക്കെ, ഒന്ന് ദശാംശം 5 ഗുണിക്കണം 2.1. ദശാംശം ഉൾപ്പെട്ട സംഖ്യകൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് റഫ് സൈഡിൽ ഗുണനം നടത്തുക. അപ്പോൾ ദശാംശം ഇല്ലെങ്കിൽ ഇതെന്തായിരിക്കും? 15 ഗുണനം 21. 15 ഗുണനം 21. ഒരഞ്ച് 5, ഒരൊന്ന് 1, ഇരഞ്ച് 10, ഇത് 1 2, ഇരഞ്ച് 10, ഇരൊന്ന് 2, 1 3, 5 1 3. ഉത്തരം 3 1 5 എന്നെഴുതി. ഇവിടെ നമ്മൾ ഗുണിക്കുമ്പോൾ ആദ്യ സംഖ്യ 1.5. ദശാംശം കഴിഞ്ഞിട്ട് ഇതിൽ ഒരു സംഖ്യയുണ്ട്. ഗുണിക്കേണ്ടത് 2.1 കൊണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. ഇവിടെ ദശാംശം 5 എന്ന ഒരു ദശാംശ സംഖ്യ, ഇവിടെ ദശാംശം 1 എന്ന ഒരു ദശാംശ സംഖ്യ. അപ്പോൾ മൊത്തം 1 1 2 ദശാംശ സംഖ്യ. ഉത്തരത്തിൽ 2 ദശാംശ സംഖ്യകൾ ഇടണം. അപ്പോൾ ഉത്തരം വായിക്കുക. 3.15. 3.15 എന്നോ 315 എന്നോ വായിക്കരുത്. 3.15. അപ്പോൾ 1.2 2.1 തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം 3.15. അടുത്ത നോക്കാം. പന്ത്രണ്ട് ഗുണിക്കണം 7.1. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് ഗുണിക്കണം. അപ്പോൾ 12നെ 71 കൊണ്ട് ഗുണിക്കണം. 12 ഗുണിക്കണം 71. 1 2 2, ഒരൊന്ന് 1. 7 2 14, 4 1 ശിഷ്ടം. 7 1 7, 1 8. 2 5 8. 2 5 8. ഇതിൽ ദശാംശ സ്ഥാനങ്ങളൊന്നുമില്ല. എട്ട് 5 2. 8 5 2. ഇവിടെ ദശാംശം ഇല്ല, ഇവിടെ ഒരു ദശാംശം. അപ്പോൾ മൊത്തം ഒരു ദശാംശം. 85.2. 12 ഗുണിക്കണം 7.1 സമം 85.2. 31.2 ഗുണിക്കണം 0.4. അപ്പോൾ നമുക്കറിയാലോ, 312നെ 4 കൊണ്ട് ഗുണിക്കണം. 312 ഗുണനം 4. 4 2 8, 4 1 4, 4 3 12. 12 48. 1 2 4 8. ഇവിടെ ഒരു ദശാംശ സംഖ്യ, ഇവിടെ ഒരു ദശാംശ സംഖ്യ. ഉത്തരത്തിൽ 2 ദശാംശ സംഖ്യ. 12.48. ഗുണിക്കൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഗുണിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് റഫ് സൈഡിൽ ഗുണനം നടത്തുക. ഗുണിക്കേണ്ട സംഖ്യകളിൽ മൊത്തം എത്ര ദശാംശമുണ്ടോ ഉത്തരത്തിൽ അത്രയും ദശാംശം കൊടുക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു 3 ചോദ്യം ഞാൻ തരാം, നിങ്ങൾ സ്വന്തമായി ചെയ്യുക.
43.5 ഗുണിക്കണം 2.3. 74.1 ഗുണിക്കണം 0.12. 125 ഗുണിക്കണം 1.01. ഈ 3 ചോദ്യങ്ങളും ചെയ്യുക. ഒരു 10 മിനിറ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇരുന്ന് വൃത്തിയായി ചെയ്ത് അതിനുശേഷം മാത്രം വീഡിയോ ഓണാക്കി നോക്കുക. നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ ശരി എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റക്ക് ചെയ്യുക. 43.5 ഗുണനം 2.3. അപ്പോൾ 435-നെ 23 കൊണ്ട് ഗുണിക്കണം. 435-നെ 23 കൊണ്ട് ഗുണിക്കണം. 3 5 15 5 1 ശിഷ്ടം. 3 3 9 1 10 0 1 ശിഷ്ടം. 3 4 12 1 13. 25 10 0 1 ശിഷ്ടം. 23 6 1 7 24 5 0 0 10. 1 0 0 5. 1 0 0 0 5. ഇതിൽ ഒരു ദശാംശ സംഖ്യ, ഇതിൽ ഒരു ദശാംശ സംഖ്യ, ഉത്തരത്തിൽ 2 ദശാംശ സംഖ്യ. 100.05. 74.1 ഗുണനം 0.12 ഗുണിക്കുമ്പോൾ 741 ഗുണനം 12. 21 2, 24 8, 27 14. 1 1, 1 4 4, 1 7 7, 2 9 8 8, 8 8 9 2, 8 8 9 2. ഇതിൽ ഒരു ദശാംശം, ഇതിൽ 2 ദശാംശ സംഖ്യകൾ, ഉത്തരത്തിൽ 3 ദശാംശ സംഖ്യകൾ. ഇതിൽ ഒരു ദശാംശ സംഖ്യ, ഇതിൽ 2 ദശാംശ സംഖ്യ, ഉത്തരത്തിൽ 1 2 3 ദശാംശ സംഖ്യ. 8.892. 125 ഗുണനം 1.01. 125 ഗുണനം 101. 101. 1 5 5, 1 2 2, 1 1. 0 5 0, 0 2 0, 0 1 0. 1 5 5, 1 2 2, 1 1. 5 2 6 2 1. 12.625. 12.625. ഇതിൽ ദശാംശം ഒന്നും ഇല്ല, ഇതിൽ ദശാംശം 2, മൊത്തം 2 ദശാംശ സംഖ്യകൾ. 126.25. എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിയായവരൊക്കെ ശരിയിടുക. ഇനി നമുക്ക് എങ്ങനെ ഹരിക്കാമെന്ന് നോക്കാം. ഹരണം പൂർണ്ണമായും ഇപ്പോൾ പഠിക്കേണ്ട, ഹരണം എങ്ങനെയാണ് നടത്തുക എന്നറിഞ്ഞാൽ മതി. ഹരണം അല്പം ബുദ്ധിമുട്ടാണ്, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. എങ്ങനെയാണ് എന്ന് മാത്രം ഇപ്പോൾ ഓർക്കുക. ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ സ്കൂളിൽ നിങ്ങളെ ആ ക്രിയ പഠിപ്പിക്കൂ. ആ സമയത്ത് നമ്മൾ കൂടുതലായി പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ശീലിക്കുക. 45 ഹരണം 0.5. ഇവിടെ 45-നെ നമുക്ക് 0.5 കൊണ്ട് ഹരിക്കണം. അതായത് 0.5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതണം? 45 ഹരണം 0.5. അതായത് സംഖ്യകൾ എഴുതുന്ന പോലെ ശരിക്കും എഴുതി ഹരിക്കാൻ പാടില്ല. ഇനി ഹരിക്കേണ്ട സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് എന്ന് നോക്കുക. ഇവിടെ ഒരു ദശാംശ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് 45/0.5 ഗുണിക്കണം. ഒരു ദശാംശമാണെങ്കിൽ ഇവിടെ 10 എന്നും ഇവിടെ 10 എന്നും എഴുതണം.
ഇവിടെ 2 ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ 100 എന്നും 100 എന്നും എഴുതണം. ഇനി ഗുണിക്കാം. 45നെ 10 കൊണ്ട് ഗുണിച്ചാൽ 450. ദശാംശം 5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 5 ആവും. ഈ ദശാംശം 5നെ പൂർണ്ണസംഖ്യയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗുണനം നടത്തിയത്. ഇനി 450നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും. 45ൽ 9 പ്രാവശ്യം 9 5 45. 0 കുറയ്ക്കാൽ 0 കുറയ്ക്കേണ്ടതില്ല. ഒന്നും ഇല്ലാത്തപ്പോൾ 0 ഇറക്കേണ്ടതില്ല, 0 കയറ്റണം. 90. അപ്പോൾ 45നെ ദശാംശം 5 കൊണ്ട് ഹരിച്ചാൽ 90 ഉത്തരം. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതണം എന്ന കാര്യം ഇപ്പോൾ ഓർത്താൽ മതി. 2 എണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. 32 ഹരണം ദശാംശം 4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? 32/0.4. 32/0.4 ഗുണനം 10/10. 32നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 320. ദശാംശം 4നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 4. ഇപ്പോൾ ഹരണം 4 കൊണ്ടാണ്. ദശാംശം 4 കൊണ്ടുള്ള ഹരണത്തിനെ നമ്മൾ 4 കൊണ്ടുള്ള ഹരണമാക്കി മാറ്റി. 4 കൊണ്ടുള്ള ഹരണം നമുക്കൊക്കെ അറിയാം. 320 ഹരണം 4. 32ൽ 4 8 പ്രാവശ്യം. 8 4 32 0. ഇങ്ങനെയാണ് ഹരണം നടത്തുക എന്നറിഞ്ഞാൽ മതി. എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ട. നമുക്ക് കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് സ്കൂളിൽ ഹരണം പഠിപ്പിച്ച് ദശാംശ ഹരണം പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. എന്നാൽ ദശാംശത്തിന്റെ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ ഇത് കാത്തു നിൽക്കാൻ പാടില്ല. അടുത്ത പാഠത്തിൽ അത് വരുന്നുണ്ട്. ഹരണം വരിലേക്ക് വന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ആയി ചെയ്തു തരും. എല്ലാ ദിവസവും പട്ടിക പഠിക്കാൻ ഓർക്കണം. ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാവരും പട്ടിക മറന്നുകൊണ്ട് വരരുത്. മിലിറ്ററി എക്സാമിന് ഡേറ്റ് കുറേ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സൈറ്റ് ഓൺ ആവാത്തത്. എവിടെയും സൈറ്റ് ഓൺ ആവുന്നില്ല. അപ്പം അതിനെപ്പറ്റി പേടിക്കണ്ട. ഓക്കെ, താങ്ക് യു.